ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 41-ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ജീവിച്ച് പോകുന്നത്. അച്ചോ, ജീവിതം മടുത്തു. 10-20 വർഷക്കാലമായി ഇങ്ങനെ ജീവിതം ഉന്തിയും തള്ളിയുമൊക്കെ പോകാൻ തുടങ്ങിയിട്ട് പല പ്രാവശ്യം ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു, ജീവിക്കണോ വേണ്ടയോ എന്ന്. പലപ്പോഴും മനസ്സ് മന്ത്രിച്ചു ജീവിക്കണ്ട എന്ന്. എന്നാൽ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവരുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വീണ്ടും ജീവിക്കുവാനുള്ള പ്രത്യാശ നൽകുന്നു. ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്നോ രണ്ടോ വ്യക്തികളുടെയോ കുടുംബങ്ങളുടെയോ പ്രയാസങ്ങളല്ല, മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ചുറ്റും കണ്ടുവരുന്ന ചില പച്ചയായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ദൈവം നൽകിയ ആ കുടുംബജീവിതം സന്തോഷത്തോടെ സ്നേഹത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. പ്രയാണത്തിൽ പ്രതിബന്ധങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അവയൊക്കെ തരണം ചെയ്യുവാനും സാധിക്കുന്നു. നന്ദി പറയാം. എന്നാൽ യാന്ത്രികതയിലൂടെ, നിസ്സംഗതയിലൂടെ, മനസ്സ് മരവിച്ച നിമിഷങ്ങളിലൂടെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നതെങ്കിൽ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് തീർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, സ്നേഹമുള്ളവരെ, ഈ നിമിഷം നമ്മുടെ എല്ലാ വേദനകളും അസ്വസ്ഥതകളും ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. നാഥാ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും, ഓരോ കുടുംബത്തെയും, അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ഒരു ശക്തി ഈ വചനം കേൾക്കുന്ന നിമിഷങ്ങളിൽ, വലിയൊരു ശക്തി, വലിയൊരു ഉന്മേഷം പ്രദാനം ചെയ്യണമേ. അങ്ങ് കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇന്ന് വിവാഹമോചന കേസുകൾ സഭാകോടതിയിലും സിവിൽ കോടതിയിലുമൊക്കെ കെട്ടിക്കിടക്കുകയാണ്. സെപ്പറേഷൻ്റെ വക്കിൽ എത്തിയിട്ടുള്ളവരുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ ജീവിക്കുന്നു, എന്നാൽ വീട് ചിലപ്പോൾ ഹോസ്റ്റലായിട്ടും, അതുമല്ലെങ്കിൽ ആരോടും ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലൂടെ മുമ്പോട്ട് പോവുകയായിരിക്കാം. ഈ സാഹചര്യങ്ങളെല്ലാം നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. അപ്പോഴൊരു ചോദ്യം, ഇങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ ഒക്കെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. എനിക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തിയുടെ കൂടെ, എനിക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളുടെ കൂടെ ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിക്കണമോ? എന്തിനാ ഇങ്ങനെ ജീവിക്കേണ്ടത്? ഇനി മറുവശത്ത് വലിയ സ്നേഹത്തോടെ ജീവിച്ച് അങ്ങനെ ജീവിത വിജയം കൈവരിച്ച വ്യക്തികളും നമ്മുടെയൊക്കെ ചുറ്റിലുമുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ചാൾസ് എന്നാണ്. വിദേശ രാജ്യത്താണ്. എല്ലാ വർഷവും ഏകദേശം ഡിസംബർ മാസമാകുമ്പോൾ എനിക്ക് ഒരു ഇമെയിൽ അയച്ചു തരും. അച്ചോ, മാർച്ച് 14-ാം തീയതി എൻ്റെ ജീവിത പങ്കാളിയുടെ ജന്മദിനമാണ്. മെയ് 18-ാം തീയതി അവൾ മരിച്ച ദിവസമാണ്. അച്ഛനെ ഇപ്പോഴേ ഓർമ്മിപ്പിക്കുകയാണ്, വേറെ കുർബാനകളൊന്നും എടുക്കരുത്. ആ ദിവസങ്ങളിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ആ ദിവസം അച്ഛൻ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. സ്നേഹമുള്ളവരെ, ഓർക്കുക, മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജീവിത പങ്കാളിയുടെ ജന്മദിനവും അതോടൊപ്പം ആ മരണദിനവുമെല്ലാം ഓർത്തു പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവ്. അങ്ങനെ വരുമ്പം ഇഴയടുപ്പമുള്ള ബന്ധങ്ങളുണ്ട്,
പരസ്പരം മനസ്സിലാക്കി ജീവിച്ച ജീവിതങ്ങളുണ്ട്. ഒരിക്കലും ഈ ജീവിതം അവസാനിക്കേണ്ട, ഇത് ഭൂമിയിൽ തുടരട്ടെ എന്ന് പോലും ആഗ്രഹിച്ച ജീവിതങ്ങളും ഉണ്ട്. ഇനി ഇന്നത്തെ ടോക്കിൽ വളരെ പ്രത്യേകമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളെ എങ്ങനെ കുറച്ചും കൂടി സുന്ദരമാക്കാം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോവുക. ഡോക്ടർ ഗാരി ചാപ്മാൻ തൻ്റെ പുസ്തകത്തിൽ ദ 5 ലവ് ലാംഗ്വേജസ്, സ്നേഹത്തിൻ്റെ 5 ഭാഷകൾ എന്ന പുസ്തകത്തിൽ 5 കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഈ പുസ്തകം ഒരു ബെസ്റ്റ് സെല്ലറായി മാറിയ ഒരു പുസ്തകം. അദ്ദേഹം ജീവിതങ്ങളെ എങ്ങനെ ക്രമപ്പെടുത്തണം, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷകൾ ഏതൊക്കെയാണ് ആവശ്യം, അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നു. ആ 5 കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ടോക്കിൽ നമുക്ക് കേൾക്കുവാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാക്കുകളുടെ ഉറപ്പ്, വേർഡ്സ് ഓഫ് അഫർമേഷൻ. നല്ല വാക്കുകൾ, പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ ജീവിതത്തെ മാറ്റി മറിക്കും. സ്നേഹമുള്ളവരെ, ഒരു വാക്കിന് ഒരു വ്യക്തിയെ ഉയർത്താനും തളർത്താനും കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. കുടുംബ ജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും വാക്കുകളുടെ പ്രസക്തി വളരെ വലുതാണ്. ഒരു വ്യക്തി വേദനയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ പരാജയങ്ങളെ മാത്രം മുന്നിൽ കാണുമ്പോൾ അത് സാരമില്ല, നിനക്ക് പറ്റും, നിനക്കത് ചെയ്യുവാൻ സാധിക്കും, ദൈവം നിന്നോട് കൂടെയുണ്ട്, ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സപ്പോർട്ട് വലുതാണ്. എനിക്കറിയാം ഒരു കുടുംബത്തെ, അവർ വിദേശ രാജ്യത്താണ്. നമുക്കറിയാവുന്നതുപോലെ വിദേശ രാജ്യത്തുള്ള ഒരു പ്രത്യേകത, ഭാര്യയും ഭർത്താവും 2 പേരും ജോലിയെടുത്തെങ്കിൽ മാത്രമേ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായി സാധിക്കുകയുള്ളൂ. ഈ 2 പേർക്കും ലൈസൻസും ആവശ്യമാണ്. ലൈസൻസ് കിട്ടണമെങ്കിൽ അത്ര എളുപ്പമല്ല ചില രാജ്യങ്ങളിലൊന്നും. ഇനി എനിക്ക് പരിചയമുള്ള ആ കുടുംബം, അവരുടെ ജീവിതം എങ്ങനെയാണ്? ഈ ജീവിത പങ്കാളി നേഴ്സാണ്. ലേണേഴ്സ് ടെസ്റ്റ് എഴുതാനായി പോയി. 3 പ്രാവശ്യവും പരീക്ഷയിൽ തോറ്റു. 50-ൽ 40 മാർക്ക് കിട്ടണം, അപ്പോൾ മാത്രമേ ജയിക്കൂ. 3-ാമത്തെ പ്രാവശ്യം 39 മാർക്ക് കിട്ടി, 1 മാർക്ക് നഷ്ടമായി. വലിയ വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചു. കാരണം എല്ലാ ദിവസവും ഈ ജോലി സ്ഥലത്തേക്ക് മണിക്കൂറുകൾ യാത്ര ചെയ്തു പോകണം, ജീവിത പങ്കാളി കൊണ്ടുവിടണം, സ്വന്തമായി ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സഹോദരിക്ക് വലിയ സങ്കടമായി, വിഷമമായി. പക്ഷേ ആ ഭർത്താവ് ആ സഹോദരിയുടെ കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് പറ്റും എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ 4-ാമത്തെ പ്രാവശ്യവും പരീക്ഷയ്ക്ക് എഴുതുവാനായിട്ട് അദ്ദേഹം പ്രേരിപ്പിക്കുക. ഇനിയും ഞാൻ പരീക്ഷ എഴുതില്ല, എനിക്ക് ജയിക്കാൻ പറ്റില്ല, ഇനി എഴുതിയാൽ 50-ൽ 39 പോലും കിട്ടില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയെ, നിനക്ക് പറ്റും, നിന്നെ എനിക്കറിയാം, നിനക്ക് കഴിവുണ്ട്, ശക്തിയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആ ജീവിത പങ്കാളിയുടെ കൂടെ ഇരുന്ന് പഠിക്കുകയും പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത് അങ്ങനെ ആ വ്യക്തി, ആ ജീവിത പങ്കാളി പരീക്ഷ എഴുതി പാസ്സായി. സ്നേഹമുള്ളവരെ, ഈ സഹോദരി എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ ഈ ഒരു വേദനയിൽ അകപ്പെട്ടപ്പോൾ എന്നെ സഹായിച്ചത് എൻ്റെ ജീവിത പങ്കാളിയാണ്. കാരണം പുതിയ നാട്ടിലേക്ക് വന്നു, അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചു വേണം ഈ ടെസ്റ്റ് എഴുതാൻ. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ചോദ്യം ചിലത് കൺഫ്യൂസ്ഡ് ആക്കും, ലാംഗ്വേജിൻ്റെ പ്രത്യേകത. അങ്ങനെയൊക്കെ വരുമ്പം എനിക്ക് പറ്റില്ല എന്നോർത്ത് ഞാൻ പലപ്പോഴും പിൻവാങ്ങി. ആ സമയത്തൊക്കെ എൻ്റെ ജീവിത പങ്കാളിയുടെ വാക്കുകളാണ് എനിക്ക് ശക്തി നൽകിയതെന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, വാക്കുകളുടെ ശക്തി വലുതാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും പരാജയങ്ങളെ നേരിടാറില്ലേ? പരാജയങ്ങളെ നേരിടുമ്പോൾ വലിയ വേദനയോടുകൂടെ ആയിരിക്കുമ്പോൾ
നമ്മുടെ പ്രിയപ്പെട്ടവർ അടുക്കൽ വന്ന് അത് സാരമില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് പലതും പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ, പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അവരുടെ വാക്കുകളിലൂടെ നമുക്ക് ഒരു ശക്തി നൽകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു ശക്തി ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന തോന്നൽ നമ്മുടെ കൂടെയുള്ള കുടുംബ അംഗങ്ങൾക്ക് ഉണ്ടാവണം. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ചോ, എൻ്റെ പപ്പായ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതുവരെ എന്നെ സ്നേഹിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ സഹോദരിയോട് കുറച്ച് സമയം സംസാരിച്ചു. അവൾ പറഞ്ഞു, പപ്പായ്ക്ക് സ്നേഹമൊന്നും പ്രകടിപ്പിക്കുവാൻ അറിയത്തില്ല. കൂട്ടിച്ചേർത്തു, എനിക്ക് വേണ്ടതെല്ലാം മേടിച്ച് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ നിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിൻ്റെ പപ്പായ്ക്ക് സാധിക്കുമോ? ഇല്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ പതുക്കെ പതുക്കെ ആ അപ്പൻ്റെ സ്നേഹം എന്താണ് അദ്ദേഹത്തിന് വാക്കിലൂടെ പറയാൻ അറിയില്ല, പ്രകടിപ്പിക്കാൻ അറിയില്ല. ആ കാര്യം ഈ മകളെ പറഞ്ഞ് ബോധിപ്പിച്ചു. എന്നാൽ സ്നേഹമുള്ളവരെ ഓർക്കുക, സ്നേഹം നമുക്ക് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാം, വാക്കുകളില്ലാതെ പ്രവൃത്തിയിലൂടെയും പ്രകടിപ്പിക്കാം. എന്നാൽ രണ്ടും കൂടി ഒരുമിച്ച് പോകുമ്പോൾ അവിടെയാണ് വലിയ ശക്തി ഉണ്ടാവുക. പ്രവൃത്തിയിലൂടെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ, അതോടൊപ്പം തന്നെ കൂടെയുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ഒരു വാക്ക്, അതൊക്കെ വലുതാണ്. സ്നേഹമുള്ളവരെ ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുമ്പോൾ. രണ്ടാമത്തെ കാര്യമാണ് സേവന പ്രവർത്തികൾ അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് സർവീസ്. ഏകദേശം 40-50 വർഷം പിറകോട്ട് കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, കൂടുതൽ വ്യക്തികളും കുടുംബങ്ങളും കർഷകരായിരുന്നു. അപ്പച്ചന്മാർ കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തും, അമ്മമാർ അടുക്കള പണിയെല്ലാം ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ വന്നു കഴിയുമ്പോൾ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള അധ്വാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി സഹോദരങ്ങളെ. കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ടുപേരും ജോലി ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ വന്നു കഴിയുമ്പം ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഭക്ഷണമുണ്ടാക്കണം, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, പ്രായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണം. ഇത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുവാൻ തുടങ്ങിയാൽ ജീവിതം സുന്ദരമായി. അല്ല എങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് അടുക്കളയിൽ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതരാകുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന ചിന്ത വരും. ആ ചിന്ത ഞാൻ ആദ്യം പറഞ്ഞ ചിന്തകളിലേക്ക് നയിക്കും. കാരണം എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ സഹായിക്കുന്നില്ല, എന്തിനാ ഒരുപാട് വേദന, ഓഫീസിൽ വലിയ ടെൻഷനായിട്ടുള്ള ജോലികൾ, വീട്ടിൽ വന്നാൽ അടങ്ങിയിരിക്കാൻ സമയമില്ല, എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന ചിന്തയിലൂടെ കടന്നു പോകും. ഇവിടെയാണ് സേവന തൽപരത, പരസ്പരം സ്നേഹിക്കാൻ, മനസ്സിലാക്കാൻ, അതിൽ നിന്നും ഒന്ന് സഹായിക്കാൻ, ഒരു കൈ സഹായം കൊടുക്കുവാൻ സാധിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം ധന്യമായി. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ സ്നേഹത്തോടെ അന്യോന്യം സേവിക്കുവിൻ എന്ന്. സ്നേഹത്തോടെ അന്യോന്യം സേവിക്കുവാൻ സാധിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? ഉണ്ട് എങ്കിൽ ഈ നിമിഷം ദൈവമേ നന്ദി പറയുന്നു. എന്നാൽ എൻ്റെ ജീവിത പങ്കാളിയെ, മക്കളെ മനസ്സിലാക്കാൻ സാധിക്കാതെ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ ചെയ്യാതെ എൻ്റേതായ താല്പര്യങ്ങളിലേക്ക് ഞാൻ ഒതുങ്ങിക്കൂടുമ്പോൾ അവിടെയാ വേദന ഉണ്ടാവുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, സേവന തൽപരത തരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, ദൈവമേ സഹായിക്കണമേ എന്ന കൃപയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കാം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ഓഫീസിൽ വരുന്ന ഒരു സ്റ്റാഫ് അല്പം താമസിച്ചു വന്നു. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നീ സ്ഥിരമായിട്ട് താമസിച്ചു വരുന്നത്? അവൻ പറഞ്ഞു, അച്ചോ, ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ഗ്രാൻഡ് പേരൻസിന് എൻ്റെ സഹായം ആവശ്യമാണ്. എൻ്റെ പിതാവും മാതാവും അവരെ സഹായിക്കുന്നുണ്ട്.
ഞാനും കൂടെ പിടിച്ചാലേ ഒന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ചില ദിവസങ്ങളിൽ അല്പം താമസമെടുക്കും ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുവാനായിട്ട്. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ നേരത്തെ വരുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി ഈ സഹോദരനെ കേട്ട് കഴിഞ്ഞപ്പോൾ. ആദ്യം അവനോട് വിഷമമായിരുന്നു, പക്ഷേ ഇവനെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആ മാതാപിതാക്കളുടെ വേദനയിലും ബുദ്ധിമുട്ടിലും ഗ്രാൻഡ് പേരൻസിനെ സഹായിക്കാനുള്ള ഒരു വലിയൊരു മനസ്സ്, ഇവിടെയാണ് ജീവിതം സന്തോഷമായി മാറുക. ഒരാളെ നാം സഹായിക്കുമ്പോൾ നാം കൊടുക്കുന്ന വലിയ സന്ദേശം എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്, ഞാൻ നിന്നെ വിലമതിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ചുറ്റുവട്ടമൊന്ന് കണ്ണോടിക്കാം, ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മേഖലകളിലേക്ക് സഹായഹസ്തവുമായി ഇറങ്ങുവാൻ ശ്രമിക്കാം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സമ്മാനങ്ങൾ കൊടുക്കുക, റിസീവിങ് ഗിഫ്റ്റ്. ഒരു സഹോദരി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മനുഷ്യനെ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു മിഠായിയുടെ അറ്റം പോലും എനിക്ക് മേടിച്ച് തന്നില്ലല്ലോ എന്ന്. സ്നേഹമുള്ളവരെ, ഇതാണ് ജീവിതം. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ സമ്മാനങ്ങൾ, അതായിരിക്കാം സ്നേഹത്തിൻ്റെ ഭാഷ. എനിക്കറിയാം ചില കുടുംബാംഗങ്ങളെ, അവർ പരസ്പരം മനസ്സിലാക്കുകയും ചെറിയൊരു ഗിഫ്റ്റായിരിക്കാം ആ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വിവാഹ വാർഷികത്തിൻ്റെ സമയത്തോ ഒക്കെ പരസ്പരം കൈമാറുന്നത്. അത് വലുതാ. ചിലരെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തോടെയുള്ള വാക്കുകളായിരിക്കാം വിലമതിക്കുന്നത്, ചിലർക്ക് പ്രവൃത്തികളായിരിക്കാം, ചിലരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അതായിരിക്കാം അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ കൊടുക്കുക. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ചോ, അടുത്ത ദിവസം എൻ്റെ ജീവിത പങ്കാളിയുടെ ജന്മദിനം ആചരിക്കുകയാണ്. 58ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ആഘോഷിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. അവൾ പറഞ്ഞു 60ാമത്തെ വയസ്സിൽ ആഘോഷിച്ചാൽ മതിയെന്ന്. പക്ഷേ ഞാനൊരു തീരുമാനമെടുത്തു, അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്യണം, ഞാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 10-15 പേരെയൊക്കെ വിളിച്ച് ചെറിയൊരു ആഘോഷം, വൈകുന്നേരം അച്ഛൻ കുർബാനയെ കഴിഞ്ഞ് അച്ഛൻ എൻ്റെ കൂടെ വരണം, അവിടെ വെച്ച് നമുക്ക് ആഘോഷിക്കാം. ഞാൻ ജീവിത പങ്കാളിയോട് മാത്രം പറഞ്ഞിട്ടില്ല, ബാക്കിയുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കും സന്തോഷമായി, കാരണം അത്രമാത്രം പരിഗണിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അങ്ങനെ ചെന്നപ്പം ഭയങ്കര സന്തോഷം തോന്നി. ആ സഹോദരി പെട്ടെന്ന് വന്ന് ഈ ഹോളിലേക്ക് കയറുമ്പം ഭയങ്കര സർപ്രൈസായിപ്പോയി. അങ്ങനെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ. സ്നേഹമുള്ളത് ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊടുക്കാവുന്ന ചില കാര്യങ്ങൾ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പം എന്നെ വിലമതിക്കുന്നു എന്ന തോന്നലാണ് അവിടെ ഉണ്ടാവുക. 4ാമത്തെ കാര്യം ഗുണമേന്മയുള്ള സമയം, ക്വാളിറ്റി ടൈം. സമയം കൂടുതൽ ചിലവഴിക്കുമ്പോൾ അടുപ്പമുള്ള ബന്ധങ്ങളും വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ചില പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ഇപ്രകാരമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ തീവ്രത കൂടുക എന്നത് 50, 55, 60 വയസ്സിന് ഇടയിലാണ്. ഇനി അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? കാരണം മക്കളൊക്കെ ആകുന്ന സമയം ജോലിയൊക്കെ ഉണ്ട്, തിരക്കിലാണ്. എന്നാൽ മക്കളുടെ പഠനം കഴിഞ്ഞു, അവരെ വിവാഹം ചെയ്ത് മറ്റു കുടുംബങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ വന്നു കഴിയുമ്പം ഈ ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കാവുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ധാരാളം സമയം ഒരുമിച്ച് ആയിരിക്കുന്നു. അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വലിയൊരു ഇഴയെടുപ്പം ആ ബന്ധങ്ങളിൽ ഉണ്ടാവുകയാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഇത്രയും വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്രയും പ്രായം കഴിഞ്ഞ ഒരു ഇഴയെടുപ്പം ഈ ഒരു രീതിയിലൂടെ സാധ്യമാകുമെങ്കിൽ അതിനു മുൻപേ അല്പം സമയമൊക്കെ ഒന്ന് പങ്കുവയ്ക്കുവാൻ, ഒരുമിച്ചായിരിക്കുവാൻ, സംസാരിക്കുവാൻ സാധിച്ചാൽ, നമുക്കറിയാം വൈകുന്നേരം 7 മുതൽ 9 വരെയുള്ള സമയമാണ് പ്രൈം ടൈം. ആ സമയത്താണ് വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുക. അതെങ്ങനെയാണ് ചിലവഴിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ചാൽ
കുടുംബ പ്രാർത്ഥന, ഒരുമിച്ചുള്ള ഭക്ഷണം, ഒരുമിച്ചുള്ള സംസാരം, അങ്ങനെയായാൽ ആ ജീവിതം സുന്ദരമായി മാറുകയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ കാര്യമാണ് ശാരീരിക സ്പർശനം അല്ലെങ്കിൽ ഫിസിക്കൽ ടച്ച്. ഒന്ന് ഹഗ് ചെയ്യുക, കൈപിടിച്ച് നടക്കുക എന്നൊക്കെയുള്ളത് വലിയ അർത്ഥം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ച ആ സമയത്ത് ചില വ്യക്തികളൊക്കെ അവരുടെ മൊബൈലിൽ പ്രൊഫൈൽ പിക്ചറായിട്ടൊക്കെ ഇട്ട ചിത്രങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ മോതിരത്തിൽ കൈമുത്തുന്ന ചിത്രങ്ങളൊക്കെ ഇട്ടവരുണ്ട്. ആ ശാരീരിക സാന്നിധ്യം അവർക്കൊക്കെ ഒത്തിരി സന്തോഷകരമായിരുന്നു, അതുപോലുള്ള ചിത്രങ്ങളൊക്കെ. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ശാരീരിക സ്പർശം, ശാരീരികമായിട്ടുള്ള അടുപ്പം, നമുക്കറിയാം നമ്മളൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ കൂടെ ആയിരിക്കുവാനും അവരുടെ സാന്നിധ്യമൊക്കെ അനുഭവിച്ചറിയുവാനൊക്കെ നമുക്ക് സാധിക്കുന്നു. അത് കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. അത് ബന്ധങ്ങളെ ആഴത്തിലേക്ക് വളർത്തുകയുള്ളൂ. സ്നേഹം പ്രകടിപ്പിക്കണം. അത് ഉള്ളിൽ ഒതുക്കുമ്പോൾ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരു യാത്രയിൽ ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടി ഛർദ്ദിച്ചു. അവനാകെ വിഷമമായി. അത് കഴിഞ്ഞ് അവൻ കുറേ നേരം അവൻ നിശബ്ദതയിലായിരുന്നു. അവൻ്റെ അമ്മയോട് ചോദിക്കുന്നു കേട്ടു, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? എന്താ മോനെ അങ്ങനെ ചോദിക്കുന്നേ? അവൻ പറഞ്ഞു, ഞാൻ വണ്ടിയിലിരുന്ന് ഛർദ്ദിച്ചില്ലേ, അപ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായില്ലേ, ഈ വണ്ടി മുഴുവൻ മണമായില്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ അമ്മ ആ മകനെ വാരിയെടുത്ത് പുണരുന്നത് കണ്ടു. സ്നേഹമുള്ളതേ, ഇതാണ് സ്നേഹത്തിൻ്റെ പ്രകടനം. സ്നേഹം ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല, അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ബന്ധങ്ങൾ ഊഷ്മളമായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാം. അച്ചോ, ഈ ജീവിതം മടുത്തു, വലിയ വിഷമത്തിലൂടെയാണ് പോകുന്നത്, എത്ര നാൾ ഇതിങ്ങനെ തള്ളി നീക്കും? സ്നേഹമുള്ളവരെ, ഈ മേൽപ്പറഞ്ഞ 5 കാര്യങ്ങൾ അത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന് പരിശീലിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ മാറ്റിപ്പറയും, അച്ചോ, ഈ ജീവിതം സുന്ദരമാ, ഈ ജീവിതം അവസാനിക്കാതിരിക്കട്ടെ എന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും കുടുംബങ്ങളും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നന്ദി പറയുന്നു. നാഥാ, ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, പലപ്പോഴും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ജീവിത സാഹചര്യങ്ങൾ, തിരക്കുകൾ. നാഥാ, സമർപ്പിക്കുന്നു. അങ്ങ് നൽകുന്ന ആ പ്രചോദനം സ്വീകരിച്ച് ജീവിതത്തെ സ്നേഹമുള്ളതാക്കി മാറ്റാൻ, സ്വർഗമാക്കി മാറ്റുവാൻ കുടുംബത്തെ, സമൂഹത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.